I'll be sharing some of the thoughts from book of Daniel, chapter 11, verse 31 and 32. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 31-32 വാക്യങ്ങൾ ദയവായി വായിക്കുമല്ലോ. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. But the people who know their God will firmly resist him. ദാനിയേൽ പ്രവചനം പ്രധാനമായും ദാനിയേലിന്റെ കാലം മുതൽ യേശു കർത്താവിന്റെ അഥവാ യേശു രാജാവായി വാഴുന്നത് വരെയുള്ള പ്രവചന ചരിത്രമാണ് ദാനിയേൽ പ്രവചനം. So the book of Daniel is the prophecy from the time of Daniel till the time of Jesus. പ്രധാനമായും രണ്ട് മേജർ പ്രോഫറ്റിക് ബുക്സ് ആണ് തിരുവചനത്തിൽ ഉള്ളത്. അതിൽ ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവും വളരെ പ്രധാനപ്പെട്ടതാണ്. There are two major prophetic books in the Bible, and the book of Daniel and the book of Revelation are among the two of them. ചില വർഷങ്ങൾക്ക് മുമ്പ് വെളിപ്പാട് പുസ്തകം ഇവിടെ പഠിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവം അനുവദിച്ചാൽ ദാനിയേൽ പ്രവചനം കൂടെ ചേർത്ത് പഠിക്കുവാനായിട്ട് ദൈവം ഒരവസരം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അടുത്ത ദിവസങ്ങൾ വരുന്ന നാളുകളിൽ അത് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുക. I had the privilege to talk about the book of Revelation, and hopefully in the near future I'll be able to talk about the book of Daniel as well. വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. മനസ്സിലാക്കുവാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ചില ദിവസങ്ങൾ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കാലഗതികളൊക്കെ ഈ തിരുവചനത്തിൻ്റെ പ്രമാണങ്ങൾ, പ്രവചനങ്ങൾ അതുപോലെ നമ്മുടെ കണ്ണുമുമ്പിൽ നിവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം അതിനുവേണ്ടി ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചില ദിവസങ്ങൾ ഞാൻ ഈ ദാനിയേൽ പ്രവചനത്തെ ആസ്പദമാക്കി ചില വാക്കുകൾ സംസാരിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. The things that are written in the book of Daniel, those are the things that we're seeing today that are happening and right in front of us. So I'll be talking more from the book of Daniel. 11-ാം അധ്യായം പ്രധാനമായിട്ടും 8-ാം അധ്യായത്തിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. Chapter 11 is a continuation of chapter 8. ആട്ടുകൊറ്റന്റെയും കോലാട്ടുകൊറ്റന്റെയും വെളിപ്പാടിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് ഈ 11-ാം അധ്യായത്തിൽ ചിന്തിക്കുവാനായിട്ട് കഴിയും. It is a continuation of the revelation of the goat and the ram from in chapter 11. ദാരിയാവേശിന്റെ കാലം മുതൽ വരുവാൻ പോകുന്ന എതിർ ക്രിസ്തുവിന്റെ ഭരണം വരെയുള്ള കാര്യങ്ങൾ ആ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. We see here from the time of Darius to the time of the Antichrist. 31-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, അവൻ അയച്ച സൈന്യങ്ങൾ അണിനിരന്ന് വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കി നിരന്തര ഹോമയാഗം നിർത്തൽ ചെയ്തു, ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കും. അടുത്തത്, ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത പ്രവർത്തിക്കുന്ന വ്യക്തി ആര്, എന്തൊക്കെയായി മ്ലേച്ഛത, അതിനെക്കുറിച്ചാണ് അടുത്ത ദിവസങ്ങൾ അല്പമായിട്ട് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. We see here in chapter 31, his armed forces will rise up to desecrate the temple fortress and will abolish the daily sacrifice. They will set up the abomination that causes desolation. So in the next few days we will talk more about the abomination that's mentioned here. പ്രവചന ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പല പ്രവചനങ്ങൾക്കും ഒന്നിലധികം നിറവേറലുകളുണ്ട്. When we see the prophetic books, we will see that there are more than one explanation or realization of these prophecies. Partial and complete fulfillment. ഒരേ വാക്യത്തിൽ തന്നെയുള്ള പല പ്രവചന ഭാഗങ്ങളും ഒന്നിലധികം പ്രാവശ്യത്തെ നിറവേറുകളുള്ള ഭാഗങ്ങളാണ്. So there are partial and complete fulfillments for the same prophecy that we see here. ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോഴും 31-32 വാക്യങ്ങൾ വായിക്കുമ്പോഴും ഇത് ഒന്നിലധികം പ്രാവശ്യം നിറവേറിയതായിട്ട് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. When we read what's in verse 31 and 32, we see that it's been
come to reality, come to fruition more than one time. ദാനിയേലിന്റെ കാലത്തിന് ശേഷം ഏതാണ്ട് BC 336 323 കാലഘട്ടങ്ങളിൽ ലോകത്തെ വിറപ്പിച്ചതായ അലക്സാണ്ടർ ദ ഗ്രേറ്റ് അതിനുശേഷം വന്ന 4 രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളുമായി ഈ അധ്യായത്തെ കണക്ട് ചെയ്യാറുണ്ട്. There are many scholars who connect this part of the scripture to Alexander the Great and the people and the kings that came after him in the BC 300s. അലക്സാണ്ടർ ദ ഗ്രേറ്റിന് ശേഷമായിട്ട് ഏതാണ്ട് അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ 4 സൈന്യാധിപന്മാര് ഭരണം ഏറ്റെടുത്തതായിട്ടും 4ആയിട്ട് പിരിഞ്ഞതായിട്ടും ഒക്കെ നമുക്ക് ചരിത്രങ്ങൾ പഠിക്കുവാൻ കഴിയുന്നുണ്ട്. When we study history, we see that after Alexander the Great, there were 4 generals who came after them who took over and became kings. 8-ാം അധ്യായത്തിന്റെ ദാനിയേൽ 8-ന്റെ 21-22 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നതിന്റെ നിവർത്തിയാണ് ഈ ഭാഗം ഈ അധ്യായങ്ങളെന്ന് നമുക്ക് പലരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. 21-ൽ പറഞ്ഞിരിക്കുന്ന കണ്ണുകളുടെ നടുവിലുള്ള വലിയ കൊമ്പ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. We see that the prophecy that was mentioned, we see that in chapter 8 verse 21 that the large horn between its eyes is the first king, and that's referred to as Alexander the Great. ആ കൊമ്പ് തകർന്ന ശേഷം 22-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന 4 കൊമ്പുകള് അലക്സാണ്ടറിന്റെ സൈന്യാധിപന്മാരായിരുന്ന 4 രാജാക്കന്മാര് ഭരണം കയ്യേറിയതും ഭരണം ഏറ്റെടുത്തതുമായിട്ട് അനേകർ കമ്പയർ ചെയ്യാറുണ്ട്. So after this first horn, the large horn, in chapter 22 we read the 4 horns that replace the one that is mentioned, or it's likened to the 4 generals that came after Alexander. അതിനുശേഷം 23-ാമത്തെ വാക്യത്തിൽ അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന് പറയുന്ന രാജാവ് ഇസ്രയേലിനെതിരെ വന്ന് ഇസ്രയേലിന്റെ നിയമങ്ങളെ അട്ടിമറിച്ച് ദൈവം കൊടുത്ത പ്രമാണങ്ങളെ തകിടം മറിച്ച് ആലയത്തിൽ അശുദ്ധമായ മ്ലേച്ഛമായ ആരാധന പന്നികളെ യാഗം കഴിച്ചതുമായിട്ട് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. So we see after this in verse 23 that is mentioned about the king of Antioch, Epiphanes, who came and fought against Israel and desecrated the temple and killed pigs as sacrifice in the temple. അങ്ങനെ ദാനിയേലിലെ ഈ പ്രവചനങ്ങൾ നിവർത്തിയായതായിട്ട് ഒരു കൂട്ടർ വിശ്വസിക്കുന്നു. So there is one section of people who believe that the prophecy that was mentioned in Daniel has already been done. എന്നാൽ അവിടെ കൊണ്ട് തീരുന്നതല്ല ഇതിലെ പ്രവചനങ്ങൾ. But it is not ending here. The prophecy has not ended. പിന്നീട് ഏതാണ്ട് 200 വർഷങ്ങൾക്ക് ശേഷം യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ മത്തായി സുവിശേഷം 24-ന്റെ 15-16 വാക്യങ്ങളിൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. So we see that again that in Matthew 24 that Jesus says, so when you see standing in the holy place the abomination that causes desolation spoken of through the prophet Daniel, and that's spoken about here. അതിനുശേഷം AD 70-ലും ഇതുപോലെയുള്ളതായ സംഭവങ്ങൾ ഉണ്ടായി. എന്നാൽ യേശു കർത്താവ് പറഞ്ഞത് അന്ത്യകാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെ പറഞ്ഞതിന് ശേഷമായിട്ട് അന്ത്യകാല ലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷമായിട്ട് പറഞ്ഞ വാക്കുകളാണ് മത്തായി 24 നമ്മൾ വായിച്ചത്. So in AD 70 also a similar thing happens, but Jesus is talking about what's happening in the end times, and that's what's being spoken here in Matthew 24 verse 15 onwards. Abomination of desolation, ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന പദപ്രയോഗങ്ങൾ പഴയ നിയമത്തില് ഏതാണ്ട് 100-ലധികം പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. We see the words or the phrase the abomination that causes desolation more than 100 times in the Old Testament. പുതിയ നിയമത്തിലും നമ്മൾ ഈ പദപ്രയോഗങ്ങൾ കാണുന്നുണ്ട്. We see that in the New Testament as well. നമുക്കറിയാം മ്ലേച്ഛത ഒരുപാട് കാര്യങ്ങളെ മ്ലേച്ഛതയായിട്ട് ബൈബിൾ ഓർപ്പിക്കുന്നുണ്ട്. We see that a lot of things has been referred to as the abomination in the Bible. പ്രത്യേകിച്ച് സെക്ഷൽ ഇമ്മോറാലിറ്റി, ഹോമോസെക്ഷുവാലിറ്റി അങ്ങനെയൊക്കെ ഉള്ളതായ കാര്യങ്ങളെയൊക്കെ മ്ലേച്ഛതയായി
അബോമിനബിൾ ആയിട്ട് ബൈബിൾ പ്രതിപാദിച്ചിട്ടുണ്ട്. Specifically, we see that in the Bible that sexual immorality and homosexuality has been referred to as an abomination in the Bible. എന്നാൽ ഇതിലെല്ലാം ഉപരിയായി ഈ വേദഭാഗങ്ങൾ ഉദ്ധരിച്ചെടുത്തെല്ലാം തന്നെ ആരാധനയുമായി ബന്ധപ്പെടുത്തിയാണ് ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത്. But we see that specifically it is mentioned too when we talk about worship that this phrase has been used. വചനവിരുദ്ധമായ ആരാധന, ദൈവിക പ്രമാണത്തെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ആരാധന. It's worship that's against the word of God, that and also that is against the word of God. പഴയ നിയമ ആരാധനയുള്ള ബന്ധത്തിൽ യാഗവസ്തുവിനെ അഥവാ യാഗം നടത്തുന്നതിനുള്ള ബന്ധത്തിൽ ദൈവം വെച്ചിരിക്കുന്ന ചില പ്രമാണങ്ങളുണ്ട്. അതിനെ അവഗണിച്ചുകൊണ്ട് മറ്റു പലതിനെയും യാഗം കഴിക്കുന്നതിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പഴയ നിയമത്തിൽ പല ഭാഗത്തും ഈ വാക്കുകൾ കാണുന്നത്. We see these phrases mostly in the Old Testament when it's related to sacrifice and sacrificial things that are against the rules that are laid down by God. പ്രത്യേകിച്ച് ഈ രാജാക്കന്മാര് ദേവാലയത്തിൽ പന്നികളെ അശുദ്ധമായ അറക്കപ്പെട്ട മൃഗമായ പന്നിയെ യാഗം കഴിച്ച് മ്ലേച്ഛത പ്രവർത്തിച്ചതുമായിട്ടും മ്ലേച്ഛത പ്രവർത്തിക്കുമെന്നതുമാണ് നമ്മളിവിടെ വായിക്കുന്നത്. We see specifically here is talking about how pigs are sacrificed in the church, in the temple, and how they're sacrificed against the tabernacle or the rule that commandments that are laid down by God. ഈ മക്കളെ ദൈവിക വിശുദ്ധിക്ക് ചേരാതെ ദൈവിക പ്രമാണങ്ങളെ, വിശുദ്ധമായ പ്രമാണങ്ങളെ വിട്ട് അശുദ്ധമായ രീതിയിൽ വചനത്തിന് വിരോധമായി നടത്തുന്ന സകല ആരാധനകളും ദൈവ മുൻപാകെ abominable. Anything, all the worship that is against or impure in the sight of God is an abomination in the sight of God. അങ്ങനെയുള്ള ആരാധനകൾ വർദ്ധിച്ചു വരികയാണ്. Those type of worships are increasing in our times. ഈ abomination എന്ന വാക്കിന് hatred എന്ന അർത്ഥമുണ്ട്. Abomination is also can be referred to as hatred. Desolation എന്ന വാക്കിന് destruction എന്നാണല്ലോ അർത്ഥം. Desolation can be referred to as destruction. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് നമ്മുടെ കൺമുമ്പിൽ ഈ ദിവസങ്ങൾ കാണുകയാണ്. We see a lot of these things happening right in front of our eyes. Hatred. എവിടെ നോക്കിയാലും ഇതാണ് കാണുന്നത്. പ്രധാനമായിട്ടും ക്രിസ്ത്യാനിയോടും യഹൂദനോടുമുള്ളതായ ഹേറ്റ്രഡ് നമ്മുടെ കൺമുമ്പിൽ ഈ ദിവസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. Specifically, we see in our own eyes, in right in front of us, the hatred against Christians, the believers, and also the Jews. നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും സ്ട്രീറ്റുകളിലും ഒക്കെ വാഷിംഗ്ടണിലും ഒക്കെ ഈ ദിവസങ്ങൾ അത് വർദ്ധിച്ചു വരികയാണ്. We see that increasing in our schools, in our streets, and right in Washington D.C. ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന സോഴ്സ് എന്താ, ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി എന്താന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം. We need to understand as believers what is the source of what is behind this increase in hatred. 1 യോഹന്നാൻ 4:3 യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് യെഹൂദക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അത് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. We see in 1 John chapter 4 verse 3, but every spirit that does not acknowledge Jesus is not from God. That this is the spirit of the Antichrist, which you have heard is coming, and even now is already in the world. The spirit of Antichrist is working hostility and violence against churches in America and around the world. കഴിഞ്ഞ വർഷം അമേരിക്കയിൽ മാത്രം ഏതാണ്ട് 430-ലധികം churches അറ്റാക്ക് ചെയ്തു. We can see just last year about 430 churches in America were attacked. ഒരുപാട് churches burn down ചെയ്തു. There were many churches that were burned down. സിനഗോഗുകൾ ഒരുപാട് ഇല്ലായ്മ ചെയ്തു, നശിപ്പിച്ചു. There were many synagogues that were destroyed. CNN റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രായേൽ ഹമാസ് വാറിന് ശേഷം ഏതാണ്ട് 3200-ലധികം ആന്റിസെമിറ്റിക് incidents reported. According to CNN, there were about 3,200 anti-Semitic incidents that were reported.
ഇതിന്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നത് ഒരു എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണെന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം. We need to understand as believers that this is happening because of the spirit of an antichrist that's working behind it. 8-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചതുപോലെ 23-24 നമ്മൾ വായിച്ചതുപോലെ അന്ത്യകാലത്ത് ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അതിനെയാണ് നമ്മൾ ആന്റി ക്രൈസ്റ്റ് എന്ന് വിളിക്കുന്നത്. We can see in the Bible that there will be a king that is very deceitful that will rise, and that is who we refer to as the ആ Antichrist. അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ അവിടെ ഒരു വാക്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവന്റെ അധികാരം വലുതായിരിക്കും, സ്വന്തം ശക്തിയാൽ അല്ലതാനും. That we can see that in verse 24 that he will be very powerful, but not because of his own strength. അതിന്റെ അർത്ഥം മറ്റു പലയിടത്തു നിന്നും അതിന് അധികാരം ലഭിക്കുന്നുണ്ട്. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ചില അധികാര ശക്തികളുണ്ട്. അത് ഈ അന്ധകാരത്തിന്റെ ശക്തികളാണ്. That we need to understand that there are many forces that are working to give this person power, and it is the powers of darkness. സകല പൈശാചിക ശക്തികളും ഒരുമിച്ച് ആന്റിക്രൈസ്റ്റിന് വഴിയൊരുക്കിക്കൊണ്ടിരിക്കുക. All the devilish powers are working together to make way for the Antichrist. മിക്കവാറും വെസ്റ്റേൺ കൺട്രീസ്, യൂറോപ്യൻ കൺട്രീസ് ഒക്കെ അതിന്റെ പിടിയിലായി കഴിഞ്ഞു. There are many Western and European countries that are already under this power. അമേരിക്കയും ഏതാണ്ട് അതിന്റെ പാതയിൽ തന്നെയാ. America is on the path to have the same course. ഇതിന്റെ എല്ലാം നടുവിൽ ദാനിയേൽ തരുന്ന മെസ്സേജ് എന്താ? So what is the message that Daniel the prophet is giving us? സത്യദൈവത്തെ അറിയേണ്ടുമെന്നും അറിഞ്ഞില്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന ദാനിയേൽ പറയുന്ന മെസ്സേജ്. So Daniel says that if we don't know the truth and know the truth, the God, and it will be really hard to hold on. വായിച്ച ഭാഗത്ത് ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. What we read before is that people who know God will stand firm and do great things. ദൈവത്തെ അറിയുക, ദൈവത്തെക്കുറിച്ച് അറിയുക എന്ന് പറയുന്നത് രണ്ട് കാര്യമാണ്. So knowing God and knowing about God is two different things. അനേകർക്ക് ദൈവത്തെക്കുറിച്ച് അറിയാം, പക്ഷേ യഥാർത്ഥമായും ദൈവത്തെ അവർ അറിഞ്ഞിട്ടില്ല. Many people know about God, but many people don't know God. അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിലെ ചില പൊളിറ്റീഷ്യൻസ്, ഹിന്ദു പൊളിറ്റീഷ്യൻസ് ഒക്കെ ബൈബിളിനെ കുറിച്ചും യേശു കർത്താവിനെ കുറിച്ചും ഒക്കെ വളരെ ശക്തമായിട്ട് പ്രസംഗിക്കുന്നത് കേട്ടു. We hear in India that there are many Hindu or BJP politicians who were speaking very powerfully about Jesus or God. അതൊന്നും ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ വെളിച്ചത്തിലല്ല, കേട്ടുകേഴ്വിയുടെ പഠിത്തത്തിന്റെ വെളിച്ചത്തിലാണ്. It's not because they have a personal relationship with Jesus, only because they have known of him, that have heard of him and have learned about him. അവരാരും ദൈവത്തെ യഥാർത്ഥമായിട്ട് അറിഞ്ഞിട്ട് ജീവിതത്തെ അവർ ദൈവത്തിന് സമർപ്പിച്ചവരല്ല. They don't know Jesus personally, and they have not submitted or accepted Jesus as their Savior. അങ്ങനെയുള്ളവർക്ക് ആർക്കും വരുവാൻ പോകുന്ന മഹാവിപത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയത്തില്ല, പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. വ്യക്തിപരമായി ദൈവത്തെ അറിഞ്ഞ ഒരു ദൈവ പൈതലിന് മാത്രമേ, വ്യക്തിപരമായി ദൈവമായ ഒരു ഇന്റിമസിയിൽ ആയിരിക്കുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ ഈ കാലഘട്ടത്തിൽ ശക്തമായി ഉറച്ചു നിൽക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. Or the people who know of God, about God, won't be able to hold on to that faith when the time of tribulation will come, but only the people who know God personally, who know Jesus personally, will be able to hold on and stand firm in Jesus. അതാണ് നാം സങ്കീർത്തനത്തിൽ രാവിലെ ബ്രദർ അലക്സിൽ നിന്ന് കേട്ടത്. That's what we heard from the Psalm from Brother Alex in the morning. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. That you will know truth, and the truth shall set you free. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഓർപ്പിക്കണമെന്നുണ്ട്. എൻ്റെ സമയം കഴിഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം ഞാൻ ഓർപ്പിക്കാം. ദൈവത്തെ അറിഞ്ഞവരും ദൈവത്തെക്കുറിച്ച് അറിഞ്ഞവരും തമ്മിലുള്ള ഒത്തിരി വ്യത്യാസങ്ങൾ, സ്റ്റോറീസ് നമുക്ക് തിരുവചനത്തിൽ തന്നെ കാണുവാൻ കഴിയുന്നുണ്ട്. We know a lot of story. I mean, time is very limited, so I'm not going to go into it. But we know about stories from the Bible who know of God and who knew God personally. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ 12 മുതലുള്ള വാക്യങ്ങൾ നോക്കിയാൽ അവിടെ ദൈവത്തെ അറിഞ്ഞ പൗലോസിൽ കൂടെ ദൈവം ചെയ്ത ഒരുപാട് കാര്യങ്ങൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗികൾ സൗഖ്യമാകുന്നത്, ഭൂതങ്ങൾ വിട്ടുപോകുന്നതൊക്കെ ആ അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. When we read Acts 19 from verse 11 onwards, we can see that
of the great work that was done by Paul, from how God worked through Paul to create great miracles among the people. ഏതാണ്ട് പൗലോസ് ലീഗ 2 വർഷത്തോളം ആ പട്ടണത്തിൽ പാർത്ത് എഫേസോസിൽ പാർത്ത് സുവിശേഷം അറിയിച്ച് അനേകരെ രക്ഷയിലേക്ക് നടത്തുകയും പെട്ടെന്ന് പൗലോസിന്റെ ശുശ്രൂഷ ലോകം അറിയപ്പെടുകയും ഒക്കെ ചെയ്ത് അനേകരെ സഭയോട് ചേർന്നു. So Paul worked in Ephesus for 2 years and worked mightily for Jesus to proclaim his name, and we know about it and we read about it. പൗലോസ് യേശുവിന്റെ നാമം പറയുമ്പോൾ ഭൂതങ്ങൾ അലറി ഓടുന്നത് സംഭവിക്കുന്നത് കണ്ടു. ഒരിക്കൽ ഈ സ്കേവ എന്ന മഹാപുരോഹിതന്റെ 7 മക്കള് ഒന്നിച്ചു കൂടി ഒരു കൂട്ടായ്മയൊക്കെ കൂടിയിട്ട് പറഞ്ഞു, നമുക്കും ആ നാമം എടുത്താൽ എന്താ, നമുക്കും ആ നാമം ഉപയോഗിച്ച് ഭൂതങ്ങളെ ശാസിക്കാം, അവർ വിട്ടുപോകും, അത് നമ്മുടെ ബിസിനസ് നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവരും ഒരു പ്ലാനും പദ്ധതിയും ഒക്കെ ഇട്ട് തയ്യാറാക്കി വന്നു. So when Paul was there, people, like, there were demons that were running away, from people, and when the sons of Sceva heard about it, they thought that, oh, this is a great idea, we can do the same thing and we can try and do the same thing what Paul was doing. യേശുവിനെ വ്യക്തിപരമായി സ്വീകരിച്ച് കർത്താവിന്റെ രക്ഷിതാവുമായി സ്വീകരിച്ച് യേശുവുമായി ഉറ്റ ബന്ധത്തിലല്ലാത്തവരാരും ഭൂതത്തെ ശാസിക്കാൻ പോകരുതേ. Well, people who have not known Jesus personally, who have not accepted Jesus personally, should not go around and put demons out. ഇവര് മഹാപുരോഹിതന്റെ കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണെങ്കിലും ദൈവവുമായിട്ടൊരു ബന്ധവുമില്ലാത്തവരാ. Oh, even though they were born in the family of the high priest, they had no personal connection with God. ഭൂതം അവരോട് ചോദിച്ചത്, നീ ആരാ? യേശുവിനെ അറിയാം, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ നീ ആരാ യേശുവിന്റെ നാമം ഉപയോഗിക്കുവാൻ? Oh, the demon itself asked them, I know of Jesus, I know of Paul, but who are you? Who are you to command me in the name of Jesus? അടുത്ത സംഭവങ്ങൾ നമുക്കറിയാം. നിങ്ങൾ സമയമുണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് വായിച്ച് നോക്കണം. വളരെ വളരെ വേഴ്സ് ആയിരുന്നു പിന്നീടുള്ള സംഭവങ്ങൾ. Oh, when we read the rest of the passage, we can see that the things started, God even worse for the sons of Sceva. അവിടുന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു അവര്. They were just running away and escaping from that situation. ഇന്നും ദൈവത്തെ അറിയുന്ന ജനത്തിലൂടെ ഇന്നും ദൈവം അത്ഭുതം ചെയ്യും. Well, God will work wonders through the people who know God personally. വ്യക്തിപരമായി ദൈവത്തെ അറിയുന്ന ദൈവ പൈതലിലൂടെ ഇന്നും ദൈവം രോഗികളെ സൗഖ്യമാക്കും. Well, through the people that know God personally, God will work wonders and healings through them. വ്യക്തിപരമായി യേശുവിനെ അറിയുന്ന ജനത്തിന് ഉപയോഗിക്കുവാൻ യേശു കർത്താവ് അധികാരം കൊടുത്തു. നിങ്ങൾ എൻ്റെ നാമം ഉപയോഗിക്കുവാനായിട്ടുള്ള അധികാരം അവർക്ക് കൊടുത്തു. Oh, Jesus has given people who know of him, who believe in him, that to use his name in authority. യേശു പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. Jesus said that you have the authority to stamp out snakes, scorpions, and anything in the name of Jesus. ദൈവമക്കളെ, ഇന്ന് രാവിലെ വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, ചെറിയ വിഷയങ്ങളുടെ മുമ്പാകെ ഒന്നും ദൈവമക്കള് ഭയപ്പെട്ടു പോകരുത്. പിശാചിന്റെ ചെറിയ ചലനങ്ങളുടെ മധ്യത്തിൽ പോലും ഭയപ്പെടുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. These days, dear brothers and sisters, I remind you that you should not be shaken by the small things that devil is working in your lives. അതിന്റെ മേലൊക്കെ ജയം തരുവാൻ എനിക്ക് നിങ്ങൾക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ട്. Oh, Jesus has given you the authority to declare victory over them. ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. That the people who know Jesus personally will stand firm and declare victory. ദാനിയേൽ അന്യദേശത്ത് അടിമത്തത്തിലൊക്കെ ആയിരിക്കുമ്പോൾ ഒരുപാട് പ്രലോഭനങ്ങൾ, ഒരുപാട് ചലഞ്ചസ് താൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. When Daniel was in captivity as a slave, he had to undergo many temptations and many challenges. വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായി. ഭക്ഷണ കാര്യങ്ങളിൽ പരീക്ഷിച്ചു. That there were many obstacles and many challenges, like they even tested him when it came to eating. ആരാധനാ വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ടു. Even when it came to worshiping God. ദാനിയേലിനെ വളരെ ഭീഷണിപ്പെടുത്തിയ സംഭവങ്ങളുണ്ട്. Well, there were many situations where they threatened Daniel. അവിടെയൊക്കെ ഉറച്ചു നിന്നു. സിംഹത്തിന്റെ മുമ്പിൽ ഉറച്ചു നിന്നു, തീയുടെ മുമ്പിൽ ഉറച്ചു നിന്നു. കാരണം തനിക്ക് തന്നെ ദൈവത്തെ അറിയാമായിരുന്നു. Daniel stood firm even in the midst of the fire, even in the midst of the lion's pit, because Daniel knew God.
പൗലോസിന്റെ വാക്കുകൾ പറഞ്ഞാൽ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. Like Paul says that I know who I believe in, and I have steadfast faith in him, and I know that he will save me when the time comes. ദൈവമക്കളെ, കേട്ട് കഴിവിയുടെ വെളിച്ചത്തിൽ ദൈവത്തെ സേവിക്കാൻ ആരും തയ്യാറാകരുത്. Dear brothers and sisters, don't just when you hear from others, don't be in that situation. അപ്പനും അമ്മയും പെന്തക്കോസിലായതുകൊണ്ടും കാര്യമില്ല, വ്യക്തിപരമായ ദൈവത്തെ അറിയണം. Just because your parents were in Pentecost, that is of no use. You must know Jesus or God personally. ദൈവത്തെ അറിയേണ്ട സമയം ഇപ്പോഴാ. Now is the time to know God. ഉറച്ചു നിൽക്കേണ്ട സമയം ഇപ്പോഴാ. Now is the time to stand firm. കാലാളുകളോടുകൂടി ഓടിയിട്ട് ക്ഷീണിച്ചു പോയാൽ കുതിരപ്പടയോടെ എങ്ങനെ മത്സരിക്കും എന്ന് വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. So if you get tired when you run with the cavalry, how will you face the chariots? കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുക. Things are getting worse. അതിനു മുമ്പ് നാം ഉറക്കേണ്ടതായിട്ടുണ്ട്, പ്രാർത്ഥനയിൽ ധൈര്യപ്പെടേണ്ടതായിട്ടുണ്ട്, ഉപവസിച്ച് എങ്ങനെയായി ദാനിയേല് ദൈവകൃപ ഏറ്റെടുത്തതും ധൈര്യത്തോടെ ഉറച്ചു നിന്നതും ഒക്കെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോട് അടുത്തിരുന്ന് ദൈവശക്തി ഏറ്റെടുത്ത ഈ ചലഞ്ചസിനെയൊക്കെ ഫേസ് ചെയ്തത്. That we need to stand firm and gain confidence through prayer, just like how Daniel, who went through all these troubles, were able to gain the confidence to stand firm in the midst of trouble. ദൈവമക്കളെ, ഈ ലഭിക്കുന്ന 2 മണിക്കൂർ കൊണ്ടൊക്കെ ഉറച്ചു നിൽക്കാം, അതുകൊണ്ട് കിട്ടുന്ന വചനം കൊണ്ടൊക്കെ ജീവിക്കാമെന്നുള്ള കാലം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പോയി. ഈ ദിവസങ്ങൾ വ്യക്തിപരമായി ദൈവസന്നിധിയിലിരുന്ന് വചനം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ദൈവശക്തി ഏറ്റെടുത്തെങ്കിൽ മാത്രമേ ഈ അന്ത്യകാലത്ത് നിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ. In these end times, just sitting here for 2 hours, that is not enough. You need to have a personal life where you pray and worship God in your own personal time. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. Pastor Simon, please. Simon Pastor will come forward and conclude. We'll be taking only few minutes. We are going to close the service. He will take few minutes and pray and conclude. Praise the Lord. Hallelujah. ദൈവസഭയിൽ ഒരു പ്രാവശ്യം കൂടി കടന്നു വന്ന് ദൈവജനത്തോടൊപ്പം കർത്താവിനെ ആരാധിപ്പാൻ സ്വർഗീയ പിതാവ് എനിക്ക് ആയുസ്സും ആരോഗ്യവും തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനുമായിട്ടുള്ള കൂട്ടായ്മ ഞാൻ 2 വർഷത്തോളം ഈ സഭയുടെ പാർട്ട് ആൻഡ് പാഴ്സലായിരുന്നു. ഹാലലുയ, അതിനുശേഷം അറ്റ്ലാന്റയിലേക്ക് പോകേണ്ടി വന്നു. പിന്നെ ഹാലലുയ, ഇപ്പോൾ ഞാനിവിടെ ആയിരിക്കുന്നു. അടുത്ത മാസം വീണ്ടും അറ്റ്ലാന്റയിലേക്ക് മടങ്ങിപ്പോകും. ഈ ദിവസങ്ങളിൽ ഇവിടെ ആയിരിക്കാനും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ജാഗരിപ്പാനുമൊക്കെ ഇടയായി. ഒരു കാര്യം എനിക്ക് ആത്മാർത്ഥതയോടെ പറയാൻ കഴിയും. എല്ലാ ദിവസവും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓസ്റ്റിൻ വർഷിപ്പ് സെൻറ്ററിനെ ഓർത്ത്, കർത്താവിൻ്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് കുടുംബമായി ഇടയാക്കിയിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസനുമായിട്ടുള്ള എനിക്കുള്ള പരിചയം ഏറിയ വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യ മുതൽ തുടങ്ങിയതാണ്. ഹല്ലേലൂയ, നാട്ടിൽ ഞങ്ങൾ ഒരേ സ്ഥലക്കാരാ. ഹല്ലേലൂയ, ഇവിടെയെല്ലാം കർത്താവ് നടത്തി. ഈ സഭ ധാരാളമായി വളർന്നു വരുന്നത് കാണുവാൻ, ധാരാളമായി അനുഗ്രഹിക്കപ്പെടുന്നത് കാണുവാൻ, ആത്മാവിലും ഹല്ലേലൂയ ഹല്ലേലൂയ ഇൻ സ്ട്രെങ്ത് ഇൻ സ്പിരിറ്റ് വളരുന്നത് കാണുവാൻ ഞാൻ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അതിനായിട്ട് സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഈ 2 മിനിറ്റ് നേരം ഹല്ലേലൂയ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇന്ന് കേട്ട വചനത്തെ ഓർത്ത് ഹല്ലേലൂയ എല്ലാവരും നമ്മുടെ ചിന്താഗതിയിൽ ഒരു വ്യതിയാനം വരുത്തേണ്ടത് ആവശ്യമാണ്. തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് ആമേൻ ആമേൻ ഹല്ലേലൂയ വീര്യം പ്രവർത്തിക്കും. ഹല്ലേലൂയ, ദൈവത്തെ അറിയുക. പഴയ നിയമത്തിൽ ദൈവത്തെ അറിയുന്നത് ഉന്നതനും യെശയ്യാ 57:15 ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനും ആ ദൈവം. ഹല്ലേലൂയ, എങ്കിലും അവൻ താഴ്മയുള്ളവരുടെയും മനസ്താപമുള്ളവരുടെയും ഹൃദയത്തിന് ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവും ഉള്ളവരോട് കൂടെ വസിക്കും. നമുക്ക് കാണാതെ അറിയാവുന്ന വാക്യങ്ങളാണ്, പക്ഷേ നമ്മൾ ആ വചനത്തിനനുസരണമായി നമ്മൾ മനോവിനയം ഉള്ളവരായി ഹല്ലേലൂയ മനസ്താപമുള്ളവരായി തീരുന്നെങ്കിൽ നിശ്ചയമായും ഹല്ലേലൂയ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ വേറൊരു വചനമാണ് എന്നെ ദൈവം ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ, തിമോത്തിയോസിനെ പൗലോസ് എഴുതുമ്പോൾ അതിൻ്റെ ആ 1 തിമോത്തി 6-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ, ധന്യനായ ഏകാധിപതി
ഇതാ ഈ ദൈവത്തെക്കുറിച്ച് നാം അറിയണം. ഹല്ലേലൂയ. ശരിയായിട്ട് ആ ദൈവത്തെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കൊന്ന് ഉറച്ചു നിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ. ധന്യനായ ഏകാധിപതി, രാജാധിരാജാവ്, ഹല്ലേലൂയ, കർത്താധി കർത്താവ്, താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യർ ആരും കാണാത്തവൻ, കാണാൻ കഴിയാത്തവനുമായ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. ഇതാ ദൈവത്തിൻ്റെ ഹല്ലേലൂയ പൊസിഷൻ. ദൈവത്തെ അറിയുവാൻ ഹല്ലേലൂയ ഈ നാളുകളിൽ ഹല്ലേലൂയ നാം ആരാധിക്കുന്നു, നാം വചനം കേൾക്കുന്നു. ഹല്ലേലൂയ അതിനപ്പുറമായി ഹാവിങ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, കർത്താവുമായിട്ടുള്ള അഭേദ്യമായ ഒരു വ്യക്തിപരമായ ബന്ധത്തിനകത്ത് നിന്നുകൊണ്ട് നാം സേവിക്കുന്ന കർത്താവ് ആരാണ്, നാം സേവിക്കുന്ന കർത്താവ് എന്ത് കഴിയുന്നവനാണ്, ഹല്ലേലൂയ നാം സേവിക്കുന്ന കർത്താവ് എങ്ങനെ നമ്മിൽ പ്രവർത്തിക്കുന്നു ഓരോരുത്തരിലും, അത് പ്രത്യേകിച്ച് സഭയിൽ ഇത് തിരിച്ചറിയുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. സഭയായി ഹല്ലേലൂയ എല്ലാവരോടുമുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകളടച്ച്. ഹല്ലേലൂയ ഒരു നിമിഷ നേരം. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന്, കർത്താവേ ഞങ്ങൾ ഈ ദേശത്ത് ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുന്നവരായി തീരുവാൻ, ഈ ദേശത്ത് അനേക സഭകൾ കർത്താവിന് വേണ്ടി ഉടലെടുത്തവയുണ്ട്. അവയൊക്കെയും വളർന്ന് പടർന്ന് പന്തലിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനമുള്ള ഹല്ലേലൂയ ആരാധനാലയങ്ങളായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഈ ദേശത്ത് അനേക ഹല്ലേലൂയ ദൈവമക്കളുണ്ട്. ഹല്ലേലൂയ ആരാധനയിൽ സംബന്ധിക്കാത്തവരുണ്ട്. ഹല്ലേലൂയ വിളിക്കപ്പെട്ടവരുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്. അവർ വിശ്വസ്തരായി ദൈവസന്നിധിയിൽ നിൽപ്പാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വരുന്ന ഈ അന്ത്യകാലത്ത് ഹല്ലേലൂയ അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് അതിനോട് എതിർത്ത് നിന്ന് ജയമെടുക്കുന്നവരായി, ഹല്ലേലൂയ പൈശാചിക ശക്തികളുടെ മേൽ, അന്ധകാര ശക്തികളുടെ മേൽ ജയമെടുക്കുന്ന സഭയായി, പാതാള ഗോപുരം എഴുന്നേറ്റാൽ ജയിക്കാത്ത ഒരു സഭയായി വളർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. കടന്നു വന്നപ്പോൾ മുതൽ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നല്ലോ. ദൈവവചനത്തിൽ നിന്ന്, സങ്കീർത്തനത്തിൽ നിന്ന് പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ, ദൈവവചനം കേൾപ്പാൻ, ഇതിനെല്ലാം ഉപരിയായി കർത്താവേ അവിടുത്തെ തിരുമേശയിൽ ഹല്ലേലൂയ ഒരു ശുദ്ധ മനസ്സാക്ഷിയോടുകൂടെ അവിടുത്തെ തിരുമേശയിൽ കരനീട്ടുവാൻ എളിയവരാകുന്ന അടിയങ്ങൾക്കിടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വരവിന് വേണ്ടി നോക്കി പാർക്കുവാൻ, അവിടുത്തെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ, അനേകരെ ഒരുക്കുവാൻ കർത്താവേ ഈ ദിവസങ്ങളിൽ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാ മാനവും മഹത്വവും അപ്പച്ചന് കരയേറ്റുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളണം പ്രിയ പിതാവേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കേട്ട് മറുപടി തന്നിരിക്കാൽ, നമ്മുടെ രോഗികളെ സൗഖ്യമാക്കിയിരിക്കാൽ, ഹല്ലേലൂയ ഹല്ലേലൂയ മാനസാന്തരത്തിലേക്ക് അനേകരെ നയിച്ചു കൊണ്ടിരിക്കാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ ക്രിസ്തുവിൻ്റെ കൃപ, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ കൂട്ടായ്മ നാം ഏവരോടും, നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും, ലോകമെങ്ങുമുള്ള വിശുദ്ധന്മാരോടും കൂടെ എപ്പോഴും എന്നും എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. Amen. Thank you May so God much. bless you. Thank you so